പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് 1/4 കിലോ ചെറുപയർ എടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇന്ന് കുറച്ച് ക്ലാരിറ്റി കുറവാണ്, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ആ പയർ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഞാനൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്തു. ഗ്യാസ് ഓൺ ചെയ്തു. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് എണ്ണയൊന്നും ഒഴിക്കാതെ ചുമ്മാതെ ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ കളർ വരെ ആക്കിയെടുക്കണം. ചെറുപയർ ഒത്തിരി നല്ല പ്രോട്ടീനൊക്കെ ഒത്തിരി അടങ്ങിയ ഒരു പയറാണല്ലോ ചെറുപയർ. ഒത്തിരി പ്രോട്ടീനും അതുപോലെ ഒത്തിരി വൈറ്റമിൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ചെറുപയർ കറി വെച്ച് കൂട്ടിയാൽ നമുക്ക് എപ്പോഴും കൂട്ടിയാൽ അത്ര താല്പര്യമില്ല കുട്ടികൾക്കൊക്കെ അല്ലേ. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയേ. എന്നിട്ട് ഒരു ഗോൾഡൻ കളർ, ഇപ്പോൾ ഏകദേശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കണ്ടോ. ഗോൾഡൻ കളർ വരെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഗോൾഡൻ കളർ ആകുന്നത് വരെ. ഇനി അത് നമുക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അത് കണ്ടോ, ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ്. നമ്മൾക്ക് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റും കൂടി ആക്കാം. അതുപോലെ ഇങ്ങനെയൊക്കെ നമുക്ക് ചെറുപയർ പലതരത്തിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിച്ചോളും. അപ്പം നമ്മൾക്കത് ഒരു പാത്രത്തിലേക്ക് ആ പൊടി മാറ്റിയതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ജീരകപ്പൊടി ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ജീരകം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഇത് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. ഞാനെപ്പോഴും ശർക്കര ഉരുക്കിയാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാമല്ലോ. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ മധുരമേ ഉള്ളൂ. മധുരം കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ മധുരം കൂടുതൽ വേണം. അതിനൊരു 3 ടേബിൾ സ്പൂൺ ഇടണം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കതൊന്ന് തിരുമ്മിയെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് പയറുപൊടിയും അതുപോലെ തന്നെ ജീരകവും ശർക്കരപ്പാനിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു അരമുറി തേങ്ങ എത്രയോ കൂടുതലിടാവോ അത്രയും ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ ചുരണ്ടിയത് അതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. പയറിലുള്ള ഗുണങ്ങളൊക്കെ ഒത്തിരി ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ച് നമ്മൾ പുട്ടിനൊക്കെ പൊടി തിരുമ്മത്തില്ലേ അതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. പുട്ടിനൊക്കെ നമ്മൾ കുഴയ്ക്കുന്ന ആ രീതിയിൽ കുഴച്ചെടുക്കാം. വറുത്ത പയറായതുകൊണ്ട് തന്നെ നമ്മൾ കുഴയ്ക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. വറുത്തതിൻ്റെയൊക്കെ നല്ല സ്മെല്ല്. അല്ല നമ്മൾ പാകമായോന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഉരുട്ടി നോക്കിയിട്ട് ഇങ്ങനെ ഉടച്ച് കഴിയുമ്പോൾ അപ്പോൾ ശരിയാണെങ്കിൽ അത് നമ്മൾ ശരിക്കും പുട്ടിൻ്റെ ആ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ തട്ടിലാണ് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തവിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തവി എന്നല്ലേ പറയുന്നത്, തവി. ഒരു കരണ്ടിയോ തവിയോ എടുത്തിട്ട് അതിന് ഒരു തവി എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് നമ്മൾക്ക് ആ ഇഡ്ഡലിൻ്റെ ആ കുഴുവിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രം. കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ഒരു ഷേപ്പ് നല്ലതല്ലേ. നമുക്ക് ഏത് ഷേപ്പിന് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ എന്ന് ഓർത്താണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത്. ഇങ്ങനെ പതുക്കെ ഒന്ന് അമർത്തി കൊടുത്തിട്ട്
നമ്മൾക്ക് ആ പാത്രത്തിൻ്റെ കുഴിവിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഇഡലിയുടെ ഷേപ്പായില്ലേ. അങ്ങനെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഇഡലി പാത്രം ഇപ്പം ഞാൻ അതിൻ്റെ അടിയിൽ വയ്ക്കുന്ന പാത്രം ഞാൻ ഓൾറെഡി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഞാനിപ്പം വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതങ്ങ് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇങ്ങനെ നമുക്ക് എല്ലാം ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ അത് ഇഡലി തട്ടിലേക്ക് ഇഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു. അടിയിലെ വെള്ളമുണ്ട്, 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് അത് അത് കഴിഞ്ഞ് ഇറക്കി വെച്ച് അത് തണുത്തിട്ട് വേണം നമ്മൾക്ക് അതിൽ നിന്ന് നമ്മൾ ഇഡലിയൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റാനായിട്ട്. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ വിഭവം റെഡി ആയിരിക്കുകയാണ്. ചെറുപയർ കൊണ്ട് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റാണ്. കുട്ടികളൊക്കെ കഴിച്ചോളും. ഉണ്ടോ, പൊടിഞ്ഞൊന്നും പോകത്തില്ല. നമുക്കിങ്ങനെ അതിൽ നിന്ന് ആറിക്കഴിഞ്ഞിട്ടേ എടുക്കാവുള്ളൂ കേട്ടോ. അതുപോലെ വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണ, നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ തൂവത്തില്ലേ, അതുപോലെ എണ്ണ കുറച്ച് തൂവി കൊടുത്തിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് ഇത് വെക്കാനായിട്ട്. നമുക്ക് നിഷ്പ്രയാസം പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രമല്ല ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ടോ, വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മളുടെ ചെറുപയർ കൊണ്ടുണ്ടാക്കിയ ബിസ്ക്കറ്റെന്നോ ഇഡ്ഡലി ഷേപ്പിലുണ്ടാക്കിയ എന്ത് വേണേലും നമുക്ക് പറയാം, ഉണ്ടയെന്നോ എന്ത് വേണേലും റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, ബൈ ബൈ.